നമ്മളിതേ വട്ടവടയുടെ ഒരു 360 വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. അതായത് വലിയൊരു മലയുടെ മുകളിലാണ് ആ ഒരു വ്യൂ ഉള്ളത്. അതാണ് ആ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു മല കയറിക്കൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വലിയൊരു കയറ്റവും കുത്തനായിട്ടുള്ള കയറ്റമൊക്കെയാണ്. പിന്നെ വഴി മുഴുവനും പോയി കിടക്കുകയാണ്. അത് സൂക്ഷിച്ചും കണ്ടൊക്കെ വരിക. പിന്നെ എന്നാ പറയുന്നത്, ഭയങ്കര പൊടിയുണ്ട്, ചൂടാണ്, അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ഈ കാലാവസ്ഥ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ നല്ല രീതിയിൽ പൂഴിയും പൊടിയൊക്കെ ഉണ്ട്. വേറൊരു വണ്ടി ഓപ്പോസിറ്റ് വരികയോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ കയറി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്, കട്ടപ്പോയ ഭയങ്കര പൊടിയാണ് കേട്ടോ. പിന്നെ മാസ്ക് വെച്ചോണ്ട് വരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ തന്നെ ഹെൽമെറ്റിൻ്റെ ആ വൈസറങ്ങ് മൂടിയിടുക എന്നുള്ളത്. എന്തായാലും കൊള്ളാം, ഭയങ്കര രസമുള്ള വഴികളാണ് കേട്ടോ. ഈ മഴക്കാലത്ത് വരുന്ന ഒരു വേറൊരു വൈബാണ്. അതുപോലെ തന്നെ ഈ വെയിലുള്ള സമയത്ത് വരുന്നത് വേറൊരു ടൈപ്പ് ഒരു രസമുള്ള പരിപാടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇലയും ഈ മരങ്ങളും ഒക്കെ ഇങ്ങനെ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടേ ഉണങ്ങാനായിട്ടുള്ള ഒരു ടെൻഡൻസി ആയിട്ട് നിൽക്കുന്ന, അതായത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലാവസ്ഥ എടുക്കും. കാരണം ഇനി കുറച്ചാളും കൂടി കഴിയുമ്പോൾ ഒരു 2 ആഴ്ച കൂടി കഴിയുമ്പോഴത്തേക്കും ഈ പുല്ല് മരമെല്ലാം ഉണങ്ങിയിട്ട് വല്ലാത്തൊരു ബ്രൗണിഷ് കളറിലേക്ക് വരും. അപ്പോൾ എന്തായാലും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പക്ഷേ ചൂടുണ്ട് കേട്ടോ, അതില്ലെന്ന് പറയുന്നില്ല, ചൂടുണ്ട്. ഈ വട്ടവടയിലൊക്കെ വരുന്നത് ഒന്നെങ്കിൽ രാവിലെ വരുമോ അല്ലെങ്കിൽ വൈകുന്നേരത്തേനൊക്കെ വരുമോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പും കാറ്റും അനുഭവിക്കാൻ പറ്റും. ഈ സമയത്ത് ഇതിപ്പോൾ നട്ടുച്ചയാണ്, ഇപ്പോൾ സമയം 1 മണി എങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല ചൂടുണ്ട്. ബൈക്കിന് പോകുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ആ ചൂടറിയാൻ പറ്റുന്നില്ല. ബൈക്കിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ ചൂടറിയില്ല, കാറ്റുള്ളതുകൊണ്ടേ. ഈ മരം കണ്ട് ഇതെന്ത് സംഭവം എനിക്കറിയില്ല കേട്ടോ. ഇതൊരു വല്ലാത്ത തരത്തിലുള്ളൊരു മരമാണ്. അതെന്തിനും ഇങ്ങോട്ട് കൊണ്ടുപോകാൻ അറിയത്തില്ല. ഇങ്ങനെ വഴിയിലെല്ലാം ഇങ്ങനെ വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ട് പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. മരങ്ങളെല്ലാം വെട്ടി ചൂടാണ്. ഇപ്പോൾ കേരളത്തിൽ ഓരോ വർഷം കൂടുന്തോറും ചൂടിൻ്റെ എന്നാ പറയുന്നത് കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ വർഷത്തേക്കാട്ടിലും ഇരട്ടി ചൂടാണ് ഈ വർഷം അനുഭവപ്പെടുന്നത്. ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിലൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവിടുത്തെ കരിഞ്ഞ് മരുഭൂമിയായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലത്തെ ചൂടാണ്. എന്തായാലും വേറൊരു കാര്യമുണ്ട്, ഇതേ സമയത്ത് ഭയങ്കര കൊടും മഴ പെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ടെന്നേ ഈ ലോകത്ത്. അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഒരു 2-3-4 മാസം കൂടി കഴിയുമ്പോൾ നമ്മളിവിടെ പൊളിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വലിയ പ്രളയവും വലിയ മഴയും ഭയങ്കര വെള്ളപ്പൊക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ആണല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമ്മളിതേ അടിപൊളി സ്ഥലത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ബൈക്കിൽ തന്നെ വന്നാലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാറിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു വ്യൂ ഒന്നും കിട്ടുകയില്ല. കാരണം വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. അങ്ങോട്ട് നോക്കി, ആ പിക്കപ്പിനകത്ത് നിറച്ചും കൂൾ ഡ്രിങ്ക്സ് ആണ് കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുപോകണം. വട്ടവടയിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം കയറി പോകുന്നു. ഉൾഗ്രാമമാണ് കേട്ടോ. വട്ടവടയിലൊരു ഉൾഗ്രാമമാണ്. ഇതെനിക്ക് തോന്നുന്നു അങ്ങ് മുകളിൽ വല്ല കടലിലോട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ എവിടെ കട? ഞാനിതുവരെ കടയൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നമ്മളിങ്ങി പോകുന്നു. വട്ടവടയിൽ നിന്ന് ഒരുപാട് ദൂരം ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഭയങ്കര എന്താ പറയുന്നത്, സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇവിടെയൊക്കെ ഈ കടകളൊന്നും ഇല്ലെന്നായിരിക്കും. ഇവിടെയൊക്കെ മനുഷ്യന് താമസം ഉണ്ടെന്ന് തന്നെ സംശയമാണ്. ഫുള്ള് കൃഷിത്തോട്ടങ്ങളും പരിപാടിയൊക്കെ. വീടുകളായിട്ടൊന്നും ഞാനിതുവരെ കണ്ടൊന്നുമില്ല കേട്ടോ. നോക്കി, ഭയങ്കര രസമുണ്ട്. ഇപ്പോഴാണ് കേട്ടോ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങിയത്. ഈ വീടുകൾ അത് നോക്കി, ഒരുപാട് വീടുകൾ ഇങ്ങനെ അടുപ്പിച്ച് ഒരു കോളനി പോലെ ഇരിക്കുന്നുണ്ടോ. നല്ല രസമുണ്ട്. ഇത് തമിഴ് ടച്ച് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വന്നിട്ടേ ഒരു തമിഴ്നാട് സെറ്റപ്പ് ഉണ്ട്. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുള്ള സ്ഥലം. പക്ഷെ നല്ല തണുപ്പുള്ള സമയത്തൊക്കെയാണ് ഭയങ്കര മൂടായിരിക്കും കേട്ടോ. ഒരു മഞ്ഞും, അതായത് ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വൈബായിരിക്കും. ഇനി മഴക്കാലത്തൊന്നും ഇവിടെ വന്ന് നോക്കണം. മഴയുള്ളൊരു സമയത്തും കൂടി ഇവിടെ വന്ന് നോക്കണം കേട്ടോ. ഭയങ്കര അത് വേറൊരു അനുഭവമായിരിക്കും. കാരണം നല്ല തണുപ്പും അതുപോലെ നല്ല മഞ്ഞും ഒക്കെ മൂടി നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഇവിടുത്തെ വരവ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ വലിയ മലയുടെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടിയായിട്ട് പോകുന്നത് വലിയ റിസ്ക്കാണ്. എപ്പോഴും ഇതെല്ലാം കൂടി ഇടിഞ്ഞ് മറി താഴോട്ട് വീഴുന്ന മല നിൽക്കില്ല. അതുകൊണ്ട് അതൊരു വേറൊരു ടാസ്ക്കാണ്. പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പേടിക്കണ്ട. പിന്നെ മഴയും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ തടി മുറിച്ചിട്ടേക്കുന്നുണ്ടോ. ഇത് എന്ത് ടൈപ്പ് മരമാണെന്ന് എനിക്കറിയാം. അറിയാവുന്നവരത് കമൻറ്റ് ചെയ്യണേ. ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം, ഇത് എന്തിനു ഉപയോഗിക്കുന്ന മരമാണോ? കണ്ടോ, ഒരു പ്രത്യേകതരം തടിയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെ വഴി സൈഡിലെല്ലാം ലോറി ഇങ്ങനെ കിടപ്പുണ്ട്. എല്ലാം തടിയെല്ലാം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ടേ ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് വ്യൂ പോയിന്റ്. അവിടെ നേരെ താഴേക്കുള്ളൊരു വ്യൂ ഉണ്ട് മോനെ.
ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. കാരണം നമ്മളിതേ ഈ വീഡിയോക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഒരു ഡെപ്ത് മനസ്സിലാവില്ല. ആ ഒരു ഭീകരതയും ആ ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുകയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വൈഡ് ലെൻസ് ആണല്ലോ. അപ്പോൾ അത് ആ ഒരു ഭീകരതയും ഡെപ്തും നിങ്ങൾക്ക് ഇതിനകത്തൂടെ കിട്ടുകയില്ല. ഇത് താഴെ വട്ടവടയിൽ നിന്ന് കയറി വരുന്ന ജീപ്പുകളാണ് കേട്ടോ. മൊത്തം ടൂറിസ്റ്റുകളാണ്. ഇത് നമ്മുടെ വണ്ടിയൊക്കെ ഇരിക്കുന്ന നോക്കി, താഴോട്ട് നോക്കി, വ്യൂ ഉണ്ടോ? എന്നാ വ്യൂ ആണെന്ന് നോക്കി. നമ്മളെ താഴെ നിന്ന് കയറി വന്ന വഴികളൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്ന വലിയൊരു പാറയാണേ ഇത്. നമുക്ക് ഇങ്ങനെ വീഡിയോക്കകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കില്ല. നോക്കി താഴെ ഫുള്ള് കാണാം. അടിപൊളി വ്യൂ ആണ് കേട്ടോ. നിങ്ങളിവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുള്ളൂ കേട്ടോ. കിടിലം വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് നല്ലൊരു അനുഭവമായിരിക്കും. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ മൂന്നാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ വട്ടവട വന്നു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ പോയിന്റ് കൂടി കാണാതെ പോകരുത്, വലിയൊരു നഷ്ടമായിരിക്കും. എന്തായാലും കിടിലൊരു സ്ഥലവും അടിപൊളി ഒരു ആംബിയൻസും പരിപാടിയൊക്കെയാണ്. എന്തായാലും വന്ന് കണ്ടിട്ട് പോവുക. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളെന്തായാലും പതുക്കെ താഴെയിറങ്ങാനുള്ള പരിപാടിയാണ്. നല്ല ചൂടുണ്ട്. നമ്മൾ ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ വരെ നല്ല കയറ്റം കയറി വന്നെങ്കിൽ ഇനി നമ്മൾ നേരെ താഴോട്ട് മുഴുവൻ ഇറക്കമാണ് കേട്ടോ. അങ്ങ് താഴെ ചെല്ലുന്നോടം വരെ ഇതുപോലെ ഇറക്കമായിരിക്കും. അപ്പം എന്തായാലും ബാ, നമുക്ക് പതുക്കെ താഴോട്ട് പോകാം. നമ്മൾ മുമ്പ് ഒരു തടിയുടെ കാര്യം പറഞ്ഞില്ല, ഒരു മരത്തിൻ്റെ കാര്യം. ഈ കാണുന്നത് മുഴുവൻ അത്രയും മരങ്ങളാണ് കേട്ടോ. നല്ല നല്ല സ്ട്രെയിറ്റായിട്ട് നേരെ മുകളിലേക്ക് ഒറ്റ തടിയായിട്ടുള്ള ഒരു മരമാണ് കേട്ടോ. ഇതെല്ലാം ഈ മരമാണ് എനിക്ക് തോന്നുന്നത് അവർ വെട്ടിക്കൊണ്ട് പോകുന്നത്. ഇത്രയും മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. എന്തിനുപയോഗിക്കുന്ന മരമാണ്. നമ്മളവിടത്തേക്ക് റബ്ബറൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ കൊള്ളാം. ഇത് കണ്ടോ, നോക്കിയാൽ മുഴുവനും മറ്റേത്രയും മരങ്ങളാണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞത്രയും മരങ്ങളാണ് മുഴുവൻ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടാണ് കേട്ടോ ഇനി ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇങ്ങോട്ട് നോക്കി ഇത് മുഴുവൻ തൊലി ചെത്തി കളഞ്ഞിട്ടേക്കുന്നതാണ് കേട്ടോ. എന്ത് സംഭവമാണോ? ഫുൾ ഒരുപാട് ലോറിയുണ്ട്. എനിക്ക് തോന്നുന്നു ആ മോളിൽ നിന്നെല്ലാം വേറെ ഓരോ വണ്ടിക്ക് കൊണ്ട് താഴെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇവിടുന്ന് തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇത് നോക്കി പിക്കപ്പ് ഒക്കെ ഉണ്ടോ? പിക്കപ്പിനകത്ത് നിറച്ച് ലോഡാണ് കേട്ടോ. അതേ ആ വലിയ മരങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് വെട്ടിക്കൊണ്ടു പോകുന്നതാണോ? ഭയങ്കര വലിപ്പമുള്ള മരങ്ങളൊക്കെ. ഇവിടെ മുഴുവനും ജീപ്പുകളാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങനും വിലങ്ങനും എല്ലാം ഓടുന്ന ജീപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീപ്പിൻ്റെ വർക്ക്ഷോപ്പ് അനിവാര്യമാണ്. അതേ ഇത് കാണുന്നൊരു വലിയൊരു ജീപ്പിൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ജീപ്പുകളാണ് ഇവിടെ മുഴുവനും അടക്കി ഭരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ജീപ്പുകളാണ് പോകുന്നത്. ജീപ്പില്ലാതെ ഒരു പരിപാടി നടക്കില്ല. കാരണം അത്രയും വഴികളും കയറ്റങ്ങളും ഒക്കെയാണ്, ഓഫ് റോഡുകളും പരിപാടികളൊക്കെ. അപ്പോൾ 4x4 ജീപ്പിലാണ് ഇവിടുത്തെ പരിപാടികൾ മുഴുവനും നടക്കുന്നത്. അതുകൊണ്ട് ജീപ്പിൻ്റെ വർക്ക്ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി വിജയമായിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മളിത് വട്ടവടയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. വട്ടവടയൊക്കെ മൊത്തം ഉണങ്ങി വരണ്ട് നിൽക്കുക കേട്ടോ. നല്ല ചൂടുള്ള സമയമല്ലേ, അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ പൂഴിയും പരിപാടിയൊക്കെ ഇതേ നിൽക്കുന്നത്. വാടാ, അവനെന്തിയാടാ, അവനെന്തിയായി? വാ വാ വാ. നോക്കി വട്ടവടയെല്ലാം ഫുള്ള് വല്ലാത്ത വരണ്ട് നിൽക്കുന്നു കേട്ടോ. ഭയങ്കര വെയിലും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സന്ധ്യക്കൊക്കെ വന്നാൽ ഭയങ്കര ഒരു വൈബായിരിക്കും കേട്ടോ. ഒരു ഈവനിങ് ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ കയറിപ്പോയ ആ ഒരു ഏരിയയിൽ നമ്മൾ വട്ടവടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോയൊരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം വട്ടം കറങ്ങി ഇങ്ങ് വന്നു.
നമ്മൾ ഈ വഴി കൂടെ താഴേക്കാണ് ഇറങ്ങിപ്പോയത് കേട്ടോ. നമ്മളിങ്ങനെ കയറിയാണ്ട് ആ മല മുഴുവനും വട്ടം കറങ്ങിയാണ് ഇപ്പം നമ്മളിവിടെ വന്നേക്കുന്നത്. ആ കാണുന്ന മല മുഴുവനും വട്ടം കയറി ഇറങ്ങി ഇങ്ങ് താഴെ വന്നു. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മലയുടെ മുകളിലും കൂടി ഒന്ന് കയറിയിട്ട് പോകും. ഭയങ്കര രസമുള്ള. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീപ്പുകാരോട് പറഞ്ഞാൽ അവർ ഇതിലെല്ലാം മൊത്തം കൊണ്ടുപോയി കറക്കും. ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും ഗുഹകളും പരിപാടികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ വട്ടവട. അവിടെ കുറേ കാണാനുണ്ട്. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇനി പോയി ഗ്യാപ്പ് റോഡ് വണ്ടി ഓടിക്കണം. ഗ്യാപ്പ് റോഡിൽ ഈവനിങ് ടൈം പോകാമെന്നുള്ള കണക്കൂട്ടിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഗ്യാപ്പ് റോഡിൻ്റെ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.